പിന്നെ 3 മാസമായിട്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഈ കടലേറ്റത്തിൻ്റെ ഭീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇന്നലെ മൊത്തം രാവിലെ ഒരു 11 മണി മുതൽ കടലേറ്റം തുടങ്ങിയത്. ആ ആളുകൾ ഇന്നൊരു നല്ലൊരു ദിവസമായിട്ട് നോൻപും പിടിച്ചിരുന്ന ആൾക്കാരാണ്. ഒരു നല്ലൊരു ദിവസം വന്നിട്ട് വെച്ച ആഹാരങ്ങൾ പോലും ഞങ്ങൾ ആരും ഈ നിമിഷം വരെയും കഴിച്ചിട്ടില്ല. ഇനി എല്ലായിടത്ത് കളയേണ്ട ഗതികേടിലാണ് ഇരിക്കുന്നത്. ഇന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. കടലടിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ട്. പേടിച്ച് വിറച്ചാണ് എല്ലാവരും ഇരിക്കുന്നത്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ എവിടെ പോകും? MLA വിളിക്കുമ്പോഴത്തെ എൻ്റെ കൗൺസിലറിനെ വിളിക്കുമ്പോൾ കൗൺസിലർ ഉടനെ നമ്മളെ വേറെ വിളിക്കും, മേയറിനെ വിളിച്ചോണ്ട് പറയും. മേയർ പറയും MLA വിളിക്കാൻ പറയും. MLA പറയും വേറെ ആരാണ്ടെ വിളിക്കുക. കൗൺസിലർ നമ്മൾ പല ആൾക്കാരും മാറി വിളിച്ചോണ്ടിരിക്കുക. ഒരു രക്ഷയില്ല. ഇന്നലെ ആയപ്പോഴത്തേനും മേയർ വന്നുകൊണ്ട് പറയുന്നത് ഇരവിപുരത്ത് ഒരു കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിയിട്ടുണ്ട്. 20 ടോയ്ലറ്റും ഉണ്ട്. അപ്പോൾ ആ അത്യാവശ്യ കാര്യം എവിടെയെന്ന് വെച്ചാൽ ഈ അടുത്ത് കിടക്കുന്നവരാരെങ്കിലും അങ്ങോട്ട് പോയി താമസിക്കും. ഇതെല്ലാം ഇട്ട് കളഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആ സാധനങ്ങൾക്കെല്ലാം സുരക്ഷിതത്വം എന്ത് എവിടെ പോയി? ഈ ഇരടുത്ത് വണ്ടിയും വാഹനമൊന്നും ഇല്ലാത്തവർ എങ്ങനെ പോകും? നടന്നു പോകും. അവിടെ പോയി കടന്നുകൊണ്ട് കൂടെ വരുമ്പോഴത്തേന് എന്തെങ്കിലും ഉടുതുണിയെങ്കിലും കിട്ടുമോ? ഈ കടലമ്മ കൊണ്ടുപോകത്തില്ലല്ലോ. രാത്രി വീട് 2-3 വീടുകളുടെ മതിലുകളെല്ലാം ഇടിഞ്ഞു പോയി. കിഴക്ക് വീടുകൾ പോയി. ഇങ്ങോട്ട് തെങ്ങും മരങ്ങളും എല്ലാമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മാസം കൊണ്ട് മനുഷ്യൻ ഇതിനു വേണ്ടി കടന്ന് കഷ്ടപ്പെടുക. പക്ഷെ ഒരു സഹായമൊന്നും വേണ്ട. എവിടെങ്കിലും അഭയം തരണം. സർക്കാർ 10 ലക്ഷം പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് 10 ലക്ഷം തന്നു പറഞ്ഞുവിടും. ഇത് 10 കൊടുക്കില്ല. 3 സെന്റ് സ്ഥലവും 10 ലക്ഷം രൂപയും തന്നാലേ ഞങ്ങൾ പോകുന്നുള്ളൂ. അത് ഉറപ്പായ കാര്യമാണ്. 10 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 10 ലക്ഷത്തിന് പോയവർക്ക് ബാക്കി പണം കൊടു. അവര് 10 ലക്ഷം രൂപ തന്നാൽ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ വേണം. അവിടെ വെള്ളക്കെട്ട് ഉണ്ടാവരുത്. അവിടെ മറ്റൊരു സാധനം ഉണ്ടായിരുന്നു. അവിടെ കോർപ്പറേഷൻ പരിധിക്കുള്ളിലാണ് ഈ 10 ലക്ഷം രൂപ തരുന്നത്. അത് പറ്റത്തില്ല. ഇനി കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപയും 3 സെന്റ് സ്ഥലം സുരക്ഷിതമായിട്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ കിടന്ന് മരിക്കും. ഇവിടുന്ന് പോത്തില്ല. ഞാനൊക്കെ ആണെങ്കിൽ ജനിച്ചപ്പോഴേ കാണുന്ന കടൽ. എനിക്ക് 68 വയസ്സുണ്ട്. ഞാൻ ജനിച്ചപ്പോഴേ കാണുന്ന കടലാണ്. ഇതിനേക്കാൾ വലിയ കടലുകളെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് കടലിനോട് പേടിയില്ല. പക്ഷെ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടല്ല ഞങ്ങൾക്ക് ഭയമുണ്ട്. ഇവിടെ ഇന്നലെ എത്ര വീടുകൾ 4 വീടുകളിൽ കൂടുതൽ കടലെടുത്തെന്നാണ് പറയുന്നത്. ഭയമൊന്നുമില്ല. വീട് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. ഒരു ശാശ്വത പരിഹാരം എന്താ? ശാശ്വത പരിഹാരം എന്താ? 4 പാറ അടുക്കി അവർക്ക് സുരക്ഷിതമാക്കി കൊടുക്കണം. അല്ലാതാണ്ട് ഇതിനകത്ത് പാകരുത്. കല്ലടിക്കി കൊടുക്കണം അവർക്ക്. കുറേ അവിടെ ഇപ്പം അപ്പുറത്തെ ഭാഗത്ത് ഒരുപാട് കല്ലടിക്കേണ്ട പ്രധാനം. ഇവിടെ തിരക്ക് ശക്തി കൂടുതൽ. അപ്പോൾ അത് കുറച്ച് കൊടുക്കണം. അവർ മനുഷ്യരല്ലേ, നമ്മളെപ്പോലെ പാവപ്പെട്ടവരല്ലേ അവർക്ക് ജീവിക്കേണ്ട. ഈ മത്സ്യത്തൊഴിലാളികളല്ലേ അവർക്ക് എങ്ങോട്ടും പോകാൻ വഴിയില്ല. അല്ലാതെ അവർ ഇവിടെ വിട്ടെങ്ങും പോകുന്ന ലക്ഷണമില്ല. നീ പ്ലാറ്റ് കൊടുത്താലും അവർ പോകത്തില്ല.